നമസ്കാരം. ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് ആദ്യമേ വന്നിരിക്കുന്നത്. ടെൻ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. മജീഷ്യൻ വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് സോർഡ്സ്, സെവൻ ഓഫ് വാൻഡ്സ്. ഇതാണ് നമ്മൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് നമുക്ക് ആദ്യം വന്നിരിക്കുന്നത്. അതായത് ഇത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പുതിയ തുടക്കം തരുന്നു എന്നാണ് പറയുന്നത്. ഒരു മാലാഖയുടെ കയ്യിൽ ഒരു സ്വർണ്ണ നാണയമായി നിൽക്കുന്ന ഒരു പിക്ചറാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു പുതിയ സാമ്പത്തികമായ തുടക്കം കിട്ടുന്നു, ഒരു നല്ലൊരു ഊർജം കിട്ടുന്നു. അതായത് പുതിയ വഴികളിൽ കൂടി നിങ്ങൾക്ക് സമ്പത്ത് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കൂടാതെ എക്സ്ട്രാ എന്തെങ്കിലും ഒരു വരുമാന മാർഗം നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു പുതിയ മാർഗം തുറന്നു കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും കൂടുതൽ വരുമാനങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഇതൊരു പുതിയ ജോലി തുടങ്ങുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നിങ്ങൾക്കൊരു വരുമാനം വന്നു തുടങ്ങുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. എന്തായാലും ഒരു സാമ്പത്തികമായിട്ടൊരു ഉണർവും അതുപോലെ തന്നെ സാമ്പത്തികമായി നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കുന്ന പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചെന്ന് എത്തപ്പെടുന്നതുമായിട്ടുള്ള ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. ടെൻ ഓഫ് സോർഡ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്റ്റക്കായി നിന്നിരുന്ന ഒരാൾക്കാരായിരിക്കാം. അതായത് എന്തെങ്കിലും ചതിയോ വഞ്ചനയോ എന്തെങ്കിലുമൊക്കെ പെട്ടിട്ട് നിങ്ങൾക്ക് ഒരു വരുമാന മാർഗത്തിന് ഒരടഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ അതൊരു തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നേരിടും. ചിലപ്പോൾ നിങ്ങൾക്ക് റെഗുലറായി കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻകം സോഴ്സ് അത് ഒരു സ്റ്റക്കായി പോയി, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് നിങ്ങൾക്കൊരു വരുമാനം നിലച്ചുപോയ ഒരവസ്ഥയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് ആ സ്റ്റക്നെസ് മാറി ഒരു പുതിയ തുടക്കം കിട്ടുന്നു. അതാണ് നമുക്കിവിടെ ഏസ് ഓഫ് പെന്റക്കിൾസ് കാണിച്ചു തന്നത്. അതായത് നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന, നമ്മൾക്ക് റെഗുലറായി കിട്ടിക്കൊണ്ടിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് അത് തടസ്സപ്പെട്ടു. ചില ആളുകൾക്ക് ജോലിയിലുണ്ടായ പ്രമോഷൻ തടസ്സപ്പെട്ടിരുന്ന ആളുകൾക്ക് അത് പ്രമോഷൻ കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാലറി ഹൈക്ക്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തടഞ്ഞു വെച്ചിരുന്ന നിങ്ങളുടെ ഒരു സാമ്പത്തിക സ്രോതസ് അത് തുറന്നു കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റക്കായി നിന്ന ആ സാമ്പത്തിക സ്രോതസ്സിനെ മൂമെന്റിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് ഈ കാർഡ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് മജീഷ്യനാണ്. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്ത് എന്തെങ്കിലും മാജിക്, ഇന്നത്തെ ദിവസം നിങ്ങളുടെ എന്തെങ്കിലും മാജിക് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അതായത് നമുക്കുണ്ടായിരുന്ന ഒരു സാമ്പത്തിക സ്രോതസ് അടഞ്ഞു നിന്നിരുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷനിൽ അത് നമുക്ക് ത്രൂ ആയി കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ പ്രൊമോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇനി നമുക്കത് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ മുന്നിൽ ഇന്നത്തെ ദിവസം അത് ഓപ്പണായി വരുന്നത്. അത് നിങ്ങൾക്ക് അതൊരു മാജിക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്.
അതുപോലെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്ത് പ്രവൃത്തി ചെയ്താലും അത് വളരെ സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. വിജയിച്ചു നിൽക്കുന്ന ഒരാളുടെ എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് മുമ്പിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കും വിജയിക്കാൻ പറ്റും എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് സോർട്സ് കാണിക്കുന്നത് നമ്മൾ വളരെ ഊർജ്ജസ്വലമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. നമുക്കിത് ഈ കാർഡ് തന്നെ ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യാൻ തീരുമാനിച്ചാലും എന്ത് കാര്യം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചാലും വളരെ ഊർജ്ജസ്വലതയോട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ തടസ്സങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു നിന്നാലും അതിനെയൊക്കെ നമുക്ക് വളരെ വേഗം വളരെ സിമ്പിളായിട്ട് തട്ടിമാറ്റിക്കൊണ്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിച്ച് പായാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാനും പറ്റുന്നുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ ഊർജ്ജസ്വലമായിട്ട് വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാ കാര്യങ്ങളെയും കാണുന്നതും അത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. അത് നിങ്ങൾക്ക് മുന്നിൽ പുതിയ ഒരു അവസരങ്ങൾക്ക് പുറകെ പായുന്ന ഒരു എനർജി ആയിരിക്കാം. മുന്നിൽ തുറന്നു നിൽക്കുന്ന വാതിലുകളിലുള്ള അവസരങ്ങൾ തേടി നിങ്ങൾ വളരെ വേഗത്തിൽ പായുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാ തടസ്സങ്ങളെയും മാറ്റി വളരെ സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇതൊരു യൂണിവേഴ്സൽ സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പുതിയൊരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അതല്ലാതെ നമ്മൾക്ക് പുതിയ വാതിലുകൾ പുതിയ സംരംഭങ്ങൾ തുറന്നു കിട്ടുന്നതിലൂടെ പുതിയ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ബിസിനസ് കണക്ഷൻസ്, കൂടുതൽ കണക്ഷൻസ് അതിനകത്ത് വന്നു ചേരാനുള്ള ഒരു ചാൻസ് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പുതിയ സൗഹൃദങ്ങൾ വന്നു ചേരുന്നതായിരിക്കാം. അതായത് നമ്മളുടെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പുതിയ കണക്ഷൻസ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരോടും വളരെ സ്നേഹത്തോടും അനുകമ്പയോടും കൂടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരോടും ആ ഒരു സ്നേഹവും കരുണയൊക്കെ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഇന്നത്തെ ദിവസം പറ്റുന്നുണ്ട്. ആരുമായിട്ടും യാതൊരു വിധ പ്രശ്നങ്ങളിലോ കാര്യങ്ങളോ ഒന്നും പെടാതെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ത്രൂ ആയിട്ട് പോകുന്നതായിട്ടാണ് ഇന്നത്തെ ദിവസം കാണിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നതിലും ആ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. കൂടുതലും നിങ്ങൾക്ക് ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് റിലേഷൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ ജോലിയിൽ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ കിട്ടുന്നതിനുള്ള ഒരു തുടക്കം കിട്ടുന്നതായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പുതിയ ബന്ധങ്ങളും റിലേഷൻസും അത് ബിസിനസ്സിലാണെങ്കിലും നിങ്ങളുടെ കരിയറിലാണെങ്കിലും എല്ലാത്തിലും നമുക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. ക്വീൻ ഓഫ് സോർട്സിന്റെ എനർജിയാണ്. ഇന്ന് നിങ്ങൾക്കൊരു ഒരു ആജ്ഞയുടെ പവറിലാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. മറ്റുള്ളവരെ നിങ്ങൾ നിയന്ത്രിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ അഡ്വൈസ് നിങ്ങൾക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനും അവരെ അഡ്വൈസ് ചെയ്യാനും അവരെ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ഇന്നത്തെ ദിവസം പറ്റുന്നുണ്ടെന്നാണ് കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് കൂടുതൽ ബന്ധങ്ങൾ കിട്ടാനായിട്ടും നിങ്ങൾ കൂടുതൽ കണക്ഷൻസ് ഇപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് സ്വീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആൾക്കാർ തയ്യാറാവുന്നുണ്ട്. എല്ലാവരെയും വളരെ സ്നേഹത്തോടും പരിലാളനയോടും കൂടി നിങ്ങൾക്കത് മുന്നോട്ട് നയിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എന്തെങ്കിലും പ്രോജക്റ്റോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആളുകളെ കണ്ടെത്താനും ആ ഒരു ബിസിനസ് കണക്ഷൻസ് ഉണ്ടാക്കുന്ന ആളുകളെ നമുക്ക് വളരെ കൃത്യമായിട്ട് നയിച്ച് കൊണ്ടുപോകാൻ നമ്മുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നയിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജി ആയിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. 7 ഓഫ് സോർട്സ് ആണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഫുള്ളി കോൺസെൻട്രേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരെ ചെയ്യാൻ വന്നിട്ട് നിങ്ങൾ പ്രതിരോധം തീർത്ത് നിങ്ങളുടെ ഭാവം ക്ലിയർ ആക്കിക്കൊണ്ടാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതിലാരെങ്കിലും തടസ്സമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാത്തിനെയും വളരെ ശാന്തതയോടുകൂടി നേരിട്ട്
നിങ്ങൾക്ക് അത് ഒരു വിജയപഥത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കെതിരെ എതിരെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ എതിരെ നിൽക്കുന്ന ആളുകളും ചിലപ്പോൾ ഉണ്ടാവാം. അതിനെ എതിർക്കുന്ന ആളുകളും ചിലപ്പോൾ നമുക്ക് ഇടയിലുണ്ടാവാം. അങ്ങനെ വരുന്ന ആളുകളെ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ വിജയപഥത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സോഴ്സാണ് മെയിനായിട്ട് തുറന്നു കിട്ടുന്നത്. ആ സോഴ്സ് തുറന്നു കിട്ടുന്നത് വഴി നിങ്ങൾക്കിത് പല ബന്ധങ്ങളും പല ബിസിനസ് റിലേഷൻഷിപ്പും അല്ലെങ്കിൽ കരിയർ റിലേഷൻഷിപ്പും ബിൽഡപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതായിട്ടാണ് കാണുന്നത്. തുറന്നു കിട്ടുന്ന വാതിൽ നിങ്ങൾ വളരെ പ്രയോജനകരമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിലേക്ക് നിങ്ങൾക്ക് ആ കാര്യങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കാനായിട്ട് ഇന്നത്തെ ദിവസം പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നല്ല എനർജിയിലാണ് ഇന്നത്തെ ദിവസം നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു നല്ല എനർജിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സ് നല്ലൊരു ബ്ലെസ്സിങ്സ് തരുന്നുണ്ട് പുതിയ തുടക്കങ്ങൾക്ക് എല്ലാത്തിനും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഇന്ന് എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. അപ്പോൾ നന്ദി, നമസ്കാരം.